ഹായ്. ICC വിമൻസ് ODI ക്രിക്കറ്റ് വേൾഡ് കപ്പ് 2025 നമുക്ക് നോക്കാനായിട്ടുള്ളത്. ICC വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിന്റെ 13ാം പതിപ്പാണ് 2025 നടന്നത്. അപ്പോ നമ്മോട് ചോദിക്കാം, ICC വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിന്റെ എത്രാം പതിപ്പാണ് 2025 നടന്നത് എന്ന് ചോദിച്ചാൽ 13ാം പതിപ്പാണ്. അതിന് ആതിഥേയത്വം വഹിച്ചത് ഇന്ത്യയും ശ്രീലങ്കയും ആണ്. ആരൊക്കെയാണ്? ഇന്ത്യയും ശ്രീലങ്കയുമാണ് ആതിഥേയത്വം വഹിച്ചത്. ഇന്ത്യ വനിതാ ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്നത് 4ാം തവണയാണ്. ശ്രദ്ധിക്കുക, 4ാം തവണയാണ് ഇന്ത്യ എന്ത് ചെയ്തിട്ടുള്ളത്? വനിതാ ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്നത്. അപ്പൊ ഏതൊക്കെ വർഷങ്ങളിലാണെന്ന് ചോദിച്ചാൽ 1978, 97, 2013, 2025. 1978, 1997, 2013, 2025. അപ്പൊ ICC വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിന്റെ 13ാം പതിപ്പാണ് 2025 നടന്നത്. ആതിഥേയത്വം വഹിച്ചത് ഇന്ത്യയും ശ്രീലങ്കയുമാണ്. ഇന്ത്യ വനിതാ ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്നത് 4ാം തവണയാണ്. 1978, 97, 2013, 2025 ഒക്കെ ആണല്ലോ. അപ്പോ ആകെ 8 ടീമുകളാണ് മത്സരിച്ചിട്ടുണ്ടായിരുന്നത്. എത്രയാണ്? ആകെ 8 ടീമുകളാണ് മത്സരിച്ചത്. ആരൊക്കെയാണ് ഉണ്ടായിരുന്നത്? ഇന്ത്യ, ശ്രീലങ്ക. ഓക്കെ. പിന്നെ സൗത്ത് ആഫ്രിക്ക, ന്യൂസിലാൻഡ്, ഓസ്ട്രേലിയ, ബംഗ്ലാദേശ്, ഇംഗ്ലണ്ട്, പാകിസ്ഥാൻ. സൗത്ത് ആഫ്രിക്ക, ന്യൂസിലാൻഡ്, ഓസ്ട്രേലിയ, ബംഗ്ലാദേശ്, ഇംഗ്ലണ്ട്, പാകിസ്ഥാൻ. ഓക്കെ ആണല്ലോ. അപ്പൊ ഏതൊക്കെയാണ് 8 ടീമുകൾ? ഒന്നുകൂടെ നോക്കാം. ഇന്ത്യയും ശ്രീലങ്കയും, പിന്നെ സൗത്ത് ആഫ്രിക്ക, ന്യൂസിലാൻഡ്, ദെൻ ഓസ്ട്രേലിയ, ബംഗ്ലാദേശ്, ഇംഗ്ലണ്ട്, പാകിസ്ഥാൻ. 2025 സെപ്റ്റംബർ 30 മുതൽ നവംബർ 2 വരെയാണ് മത്സരം നടന്നിട്ടുണ്ടായിരുന്നത്. ഇനി ആകെ മത്സരങ്ങൾ 31 മത്സരങ്ങളാണ് ഉണ്ടായിരുന്നത്. അതിൽ 28 ഗ്രൂപ്പ് മത്സരങ്ങളും 2 സെമി ഫൈനൽ, 1 ഫൈനൽ. 28 ഗ്രൂപ്പ് മത്സരങ്ങൾ, 2 സെമി ഫൈനൽ, ദെൻ 1 ഫൈനൽ. ഇനി നമ്മോട് ചോദിക്കാം, 2025 ICC വിമൻസ് ODI ക്രിക്കറ്റ് വേൾഡ് കപ്പിലെ വിജയി ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ഇന്ത്യയാണ്. ഓക്കെ. ഇന്ത്യ ആദ്യമായിട്ടാണ് വനിതാ ലോകകപ്പ് കിരീടം നേടുന്നത്. ആദ്യമായിട്ടാണ് ഇന്ത്യക്ക് വനിതാ ലോകകപ്പ് കിരീടം നേടുന്നത്. ഇതിന്റെ റണ്ണറപ്പ് ആരായിരുന്നു? സൗത്ത് ആഫ്രിക്കയായിരുന്നു റണ്ണറപ്പ് ആയിരുന്നത്. അതായത് സൗത്ത് ആഫ്രിക്കയെ 52 റൺസിനാണ് നമ്മുടെ ഇന്ത്യ പരാജയപ്പെടുത്തിയത്. എത്ര റൺസിന്? 52 റൺസിന്. ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ സൗത്ത് ആഫ്രിക്കയെ 52 റൺസിനാണ് ഇന്ത്യ പരാജയപ്പെടുത്തിയത്. ഓക്കെ. അപ്പൊ ഫൈനൽ വേദി എന്ന് പറയുന്നത് DY പാട്ടീൽ സ്റ്റേഡിയം. DY പാട്ടീൽ സ്റ്റേഡിയം എവിടെയാണ്? നവി മുംബൈയിലാണ്. DY പാട്ടീൽ സ്റ്റേഡിയം ഫൈനൽ വേദി അവിടെയായിരുന്നു. എവിടെ? DY പാട്ടീൽ സ്റ്റേഡിയം, നവി മുംബൈ. 13ാം പതിപ്പിലെ ആദ്യ മത്സരം നടന്ന സ്റ്റേഡിയം ബർസപ്പാര ക്രിക്കറ്റ് സ്റ്റേഡിയം. അപ്പൊ 13ാം പതിപ്പാണിതെന്ന് നമ്മൾ പറഞ്ഞു. ഈ മത്സരം, ഇതിന്റെ ആദ്യ മത്സരം നടന്ന സ്റ്റേഡിയം ബർസപ്പാര ക്രിക്കറ്റ് സ്റ്റേഡിയം, അത് ആസാമിലാണ്. ബർസപ്പാര ക്രിക്കറ്റ് സ്റ്റേഡിയം ആസാമിലാണ്. പക്ഷെ ഫൈനൽ വേദി എവിടെയായിരുന്നു? DY പാട്ടീൽ സ്റ്റേഡിയം, നവി മുംബൈ ആണ്. ഇനി ആദ്യ മത്സരത്തിൽ ഇന്ത്യയും ശ്രീലങ്കയും ഏറ്റുമുട്ടി. ഇന്ത്യ 59 റൺസിന് ശ്രീലങ്കയെ പരാജയപ്പെടുത്തി. 59 റൺസിന് എന്ത് ചെയ്തു? ശ്രീലങ്കയെ പരാജയപ്പെടുത്തി. പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ്, അതായത് ടൂർണമെന്റിലെ താരം ആരായിരുന്നു? ദീപ്തി ശർമ്മ. ഇന്ത്യക്കാരിയായിട്ടുള്ള ദീപ്തി ശർമ്മയാണ് ടൂർണമെന്റിലെ താരം അല്ലെങ്കിൽ പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് ആയിട്ട് തെരഞ്ഞെടുത്തത്. ഫൈനലിൽ 58 റൺസും 5 വിക്കറ്റും നേടി. ഫൈനലിൽ എത്ര റൺസ്? 58 റൺസും എത്ര വിക്കറ്റ്? 5 വിക്കറ്റും നേടി. ഇനി പ്ലെയർ ഓഫ് ദ ഫൈനലിലെ താരം ആരായിരുന്നു? ഷഫാലി വർമ്മ. ഇന്ത്യക്കാരിയായ ഷഫാലി വർമ്മയായിരുന്നു ഫൈനലിലെ താരം എന്ന് പറയുന്നത്. ഫൈനലിൽ 87 റൺസും 2 വിക്കറ്റും നേടി. 87 റൺസും 2 വിക്കറ്റും ഫൈനലിൽ ആര് നേടി? ഷഫാലി വർമ്മ. അപ്പൊ പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് ചോദിച്ചാൽ ദീപ്തി ശർമ്മയും ഷഫാലി വർമ്മ പ്ലെയർ ഓഫ് ദ ഫൈനലും ആയിരുന്നു. ഓക്കെ ആണല്ലോ. ഇനി ഫൈനൽ മത്സരത്തിൽ ഇന്ത്യൻ വൈസ് ക്യാപ്റ്റൻ സ്മൃതി മന്ദാന നേടിയ റൺസ് 45. ഫൈനൽ മത്സരത്തില് ഇന്ത്യൻ വൈസ് ക്യാപ്റ്റൻ ആരായിരുന്നു?
സ്മൃതി മന്ദാന. സ്മൃതി മന്ദാന നേടിയ റൺസ് 45 റൺസ്. 58 പന്തിൽ നിന്നും 45 റൺസ് ആണ് സ്മൃതി മന്ദാന നേടിയിട്ടുണ്ടായിരുന്നത്. ഇനി ഫൈനൽ മത്സരത്തിൽ സൗത്ത് ആഫ്രിക്കൻ വനിതാ താരമായ ലാറ വോൾവോട്ട് നേടിയ റൺസ് എത്രയായിരുന്നു? ഫൈനൽ മത്സരത്തിൽ സൗത്ത് ആഫ്രിക്കൻ വനിതാ താരമായ ലാറ വോൾവോട്ട് നേടിയ റൺസ് 101 റൺസ് ആണ്. 98 പന്തിൽ നിന്നും 101 റൺസ് ആര് നേടി? ലാറ വോൾവോട്ട്. ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. അത് ഫൈനൽ മത്സരത്തിൽ സൗത്ത് ആഫ്രിക്കൻ വനിതാ താരമാണ്. ആരെന്ന് പറയുന്നത്? ലാറ വോൾവോട്ട്. അപ്പോ വനിതാ ഏകദിന ലോകകപ്പ് വിജയിച്ച ഇന്ത്യൻ ടീമിന് BCCI നൽകുന്ന പാരിതോഷികം എത്രയെന്ന് ചോദിച്ചാൽ 51 കോടി രൂപയാണ്. വനിതാ ഏകദിന ലോകകപ്പ് വിജയിച്ച ഇന്ത്യൻ ടീമിന് BCCI എത്ര പാരിതോഷികമാണ് നൽകുന്നത്? 51 കോടി രൂപ. ഓക്കെ. ഇനി വനിതാ ലോകകപ്പ് വിജയിക്കുന്ന ടീമിന് ICC നൽകുന്ന സമ്മാന തുക. വനിതാ ലോകകപ്പ് വിജയിക്കുന്ന ടീമിന്, നമ്മൾ നേരത്തെ പറഞ്ഞതാണ് വനിതാ ഏകദിന ലോകകപ്പ് വിജയിച്ച ഇന്ത്യൻ ടീമിന് BCCI നൽകുന്ന പാരിതോഷികം. ഇനി വനിതാ ലോകകപ്പ് വിജയിക്കുന്ന ടീമിന് ICC നൽകുന്ന സമ്മാന തുക $4.48 മില്യൺ ആണ്. അതായത് ഏകദേശം 39.78 കോടി ഇന്ത്യൻ രൂപയായിട്ട് വരും. ഓക്കെ. അപ്പോ വനിതാ ലോകകപ്പ് വിജയിക്കുന്ന ടീമിന് ICC നൽകുന്ന സമ്മാന തുക $4.48 മില്യൺ ആണ്. ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരം നമ്മൾ ഇത്രയും പറഞ്ഞതിൽ നിന്ന് ആരാ നിങ്ങൾക്ക് മനസ്സിലായത്? സൗത്ത് ആഫ്രിക്കക്കാരിയായിട്ടുള്ള ലോറ വോൾവോട്ട് ആണ് അല്ലെ? ലോറ വോൾവോട്ട് ആണ് ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരം. എത്ര റൺസ് ആണ് നേടിയിട്ടുള്ളത്? മൊത്തം 571 റൺസ് ആണ്. അതൊന്ന് ആലോചിച്ച് വെച്ചേക്കുക. ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരം സൗത്ത് ആഫ്രിക്കക്കാരിയായ ആര്? ലോറ വോൾവോട്ട് ആണ്. ലോറ വോൾവോട്ട്. ഓക്കെ ആണല്ലോ. ഇനി ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ നേടിയ താരം അങ്ങനെ ചോദിച്ചാൽ ദീപ്തി ശർമ്മയാണ്. ഇന്ത്യക്കാരിയായിട്ടുള്ള ദീപ്തി ശർമ്മയാണ് ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ നേടിയ താരം. മൊത്തം 22 വിക്കറ്റ്. വേൾഡ് കപ്പിന്റെ ഔദ്യോഗിക ഗാനം ബ്രിങ് ടു ഹോം പാടിയത് ശ്രേയ ഘോഷാലാണ്. എന്ന് പാടിയത്? ബ്രിങ് ടു ഹോം എന്നുള്ള വേൾഡ് കപ്പിന്റെ ഔദ്യോഗിക ഗാനം പാടിയിട്ടുള്ളത് ബ്രിങ് ടു ഹോം. ഇനി ഇന്ത്യ ടീം ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൗർ ആയിരുന്നു. സൗത്ത് ആഫ്രിക്ക ടീം ക്യാപ്റ്റൻ ലോറ വോൾവോട്ട് തന്നെയായിരുന്നു. പിന്നെന്താണ്? വനിതാ ലോകകപ്പിന്റെ ഒരു പതിപ്പിൽ ഇന്ത്യക്കായി കൂടുതൽ റൺസ് നേടുന്ന ബാറ്റർ എന്ന നേട്ടം സ്മൃതി മന്ദാന സ്വന്തമാക്കി. ആരായിരുന്നു സ്മൃതി മന്ദാന? വൈസ് ക്യാപ്റ്റൻ ആയിരുന്നു അല്ലെ? ഫൈനൽ മത്സരത്തിൽ ഇന്ത്യൻ വൈസ് ക്യാപ്റ്റൻ സ്മൃതി മന്ദാന നമ്മൾ പറഞ്ഞു നേടിയ റൺസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ എന്താണ്? വനിതാ ലോകകപ്പിന്റെ ഒരു പതിപ്പിൽ ഇന്ത്യക്കായി കൂടുതൽ റൺസ് നേടുന്ന ബാറ്റർ എന്ന നേട്ടം സ്മൃതി മന്ദാന സ്വന്തമാക്കിയിട്ടുണ്ട്. വനിതാ ലോകകപ്പിന്റെ ഒരു പതിപ്പിൽ ഇന്ത്യക്കായി കൂടുതൽ റൺസ് നേടുന്ന ബാറ്റർ എന്ന നേട്ടം സ്മൃതി മന്ദാന സ്വന്തമാക്കി. 9 കളികളിൽ നിന്നായി സ്മൃതി 434 റൺസ് ആണ് നേടിയത്. 9 കളികളിൽ നിന്നായിട്ട് സ്മൃതി 434 റൺസ് ആണ് നേടിയിട്ടുള്ളത്. 2017 ലോകകപ്പിൽ 409 റണ്ണെടുത്ത മിതാലി രാജിന്റെ റെക്കോർഡാണ് ആര് മറികടന്നത്? സ്മൃതി മന്ദാന മറികടന്നത്. അന്ന് 2017 ലോകകപ്പിൽ 409 റൺസ് ആയിരുന്നു ആര്? മിതാലി രാജിന്. അത് മറികടന്ന് ആര്? സ്മൃതി മന്ദാന 434 റൺസിന് എന്തായി? വനിതാ ലോകകപ്പിന്റെ ഒരു പതിപ്പിൽ ഇന്ത്യക്കായി കൂടുതൽ റൺസ് നേടുന്ന ബാറ്റർ എന്ന നേട്ടം സ്വന്തമാക്കി. ഏകദിന ക്രിക്കറ്റ് ലോകകപ്പ് ഫൈനലിൽ അതായത് പുരുഷ സ്ത്രീ അർദ്ധ സെഞ്ചുറി കുറിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം എന്ന റെക്കോർഡ് സ്വന്തമാക്കിയ ഇന്ത്യക്കാരി ഷഫാലി വർമ്മയാണ്. ഏകദിന ക്രിക്കറ്റ് ലോകകപ്പ് ഫൈനലിൽ മൊത്തം പുരുഷ സ്ത്രീ 2 കളികളിലും അർദ്ധ സെഞ്ചുറി കുറിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം എന്ന റെക്കോർഡ് സ്വന്തമാക്കിയ ഇന്ത്യക്കാരി ഷഫാലി വർമ്മയാണ്. 21 വയസ്സും 278 ദിവസവുമാണ് പ്രായമുള്ളത് ഷഫാലി വർമ്മക്ക്. ഇനി ഇന്ത്യൻ ടീമിലെ റിസർവ് സ്റ്റാൻഡ് ബൈ കളിക്കാരുടെ ലിസ്റ്റിൽ ഉൾപ്പെട്ട മലയാളി താരം മിന്നുമണി. ഇന്ത്യൻ ടീമിലെ റിസർവ് അല്ലെങ്കിൽ സ്റ്റാൻഡ് ബൈ കളിക്കാരുടെ ലിസ്റ്റിൽ ഉൾപ്പെട്ട മലയാളി താരമായിരുന്നു മിന്നുമണി. ലോകകപ്പിലെ റൺവേട്ടയിൽ 2ാം സ്ഥാനത്ത് എത്തിയത് സ്മൃതി മന്ദാന. ലോകകപ്പിലെ റൺവേട്ടയിൽ 2ാം സ്ഥാനത്ത് എത്തിയത് സ്മൃതി മന്ദാനയാണ്. ലോകകപ്പിലെ റൺവേട്ടയിൽ 2ാം സ്ഥാനത്ത് എത്തിയത് സ്മൃതി മന്ദാന. 434 റൺസ് ഇന്ത്യൻ വൈസ് ക്യാപ്റ്റൻ ആയിരുന്നു നമ്മൾ
പറഞ്ഞു. ഇനി വനിതാ ലോകകപ്പ് ചരിത്രം. ഇന്ത്യ 2005, 2017 വർഷങ്ങളിലാണ് ഇന്ത്യ ഇതിനു മുമ്പ് വനിതാ ലോകകപ്പ് ഫൈനൽ കളിച്ചത്. 2005, 2017 വർഷങ്ങളിലാണ് ഇന്ത്യ ഇതിനു മുമ്പ് വനിതാ ലോകകപ്പ് ഫൈനൽ കളിച്ചത്. 2005 സൗത്ത് ആഫ്രിക്കയിൽ നടന്ന ഫൈനലിൽ ഓസ്ട്രേലിയ ഇന്ത്യയെ പരാജയപ്പെടുത്തി. അങ്ങനെ 2005 സൗത്ത് ആഫ്രിക്കയിൽ നടന്ന ഫൈനലിൽ ഓസ്ട്രേലിയ ഇന്ത്യയെ പരാജയപ്പെടുത്തി. 2017 ഇന്ത്യയിൽ നടന്ന ഫൈനലിൽ ഇംഗ്ലണ്ട് ഇന്ത്യയെ 9 റൺസിന് പരാജയപ്പെടുത്തി. ഓക്കെ, അപ്പൊ 2005 എവിടെയായിരുന്നു? സൗത്ത് ആഫ്രിക്കയിലായിരുന്നു നടന്നത്. അന്ന് ഫൈനലിൽ ഓസ്ട്രേലിയ എന്ത് ചെയ്തു? ഇന്ത്യയെ പരാജയപ്പെടുത്തി. 2017 ഇന്ത്യയിൽ നടന്ന ഫൈനലിൽ ഇംഗ്ലണ്ട് എന്ത് ചെയ്തു? ഇന്ത്യയെ 9 റൺസിന് പരാജയപ്പെടുത്തി. അപ്പൊ ഏറ്റവും കൂടുതൽ തവണ വനിതാ ലോകകപ്പ് വിജയിച്ച ടീം അത് ഓസ്ട്രേലിയയാണ്, 7 തവണ. ഓക്കെ, ഏറ്റവും കൂടുതൽ തവണ വനിതാ ലോകകപ്പ് വിജയിച്ച ടീം ഓസ്ട്രേലിയ 7 തവണ, ഇംഗ്ലണ്ട് 4 തവണ, ന്യൂസിലാൻഡ് 1 തവണ, ഇന്ത്യ 1. ഓക്കെ, ഓസ്ട്രേലിയ 7 തവണ, ഇംഗ്ലണ്ട് 4 തവണ, ന്യൂസിലാൻഡ് 1 തവണ, ഇന്ത്യ 1 തവണ. വനിതാ ലോകകപ്പ് നേടുന്ന 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. വനിതാ ലോകകപ്പ് നേടുന്ന 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത്. ഇതെന്ത് ചെയ്യുക? നന്നായിട്ട് വീണ്ടും വീണ്ടും കേൾക്കുക, പഠിക്കുക, അറിയാത്ത കാര്യങ്ങൾ നോട്ട് എഴുതിയെടുക്കുക. പിന്നെ എക്സാം ഉണ്ടായിരിക്കും, ആ എക്സാം പോയി അറ്റൻഡ് ചെയ്ത് നോക്കുക. അപ്പം ശരി, താങ്ക് യു.